നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ 2ാം സെമസ്റ്റർ AEC ടെക്സ്റ്റ് ബുക്കിലെ ആഖ്യാനവും ആവിഷ്കാരവും എന്ന നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പാഠത്തെ പറ്റിയാണ്. തീർച്ചയായും നമ്മളൊക്കെ കണ്ടിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ജല്ലിക്കെട്ട് എന്ന ഒരു സിനിമയെ മുൻനിർത്തിയിട്ടാണ് സിനിമ എന്ന ഒരു സാഹിത്യ പ്രസ്ഥാനത്തെ പറ്റി, ഒരു വിഭാഗത്തെ പറ്റി പഠിക്കാനായി നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജല്ലിക്കെട്ട് കണ്ടവരായിരിക്കാം ഈ വീഡിയോ കാണുന്നത് എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമല്ല, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയപരമായ ഒരു സിനിമ കൂടിയാണ് ജല്ലിക്കെട്ട്. സ്വാഭാവികമായിട്ടും ഈ സിനിമയെ പറ്റി ഉള്ള ചോദ്യം വന്നാൽ അതിന് ഉത്തരം എഴുതണമെന്നാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സിനിമ കണ്ടിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ജല്ലിക്കെട്ട് കാണാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കാണാത്തവരോടാണേ. അപ്പോ ജല്ലിക്കെട്ട് കണ്ടവർക്കറിയാം അല്ലെ, ജല്ലിക്കെട്ട് മുതൽ, അത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ് ജല്ലിക്കെട്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിന്റെ അങ്കമാലി ഡയറീസ് പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പോ ജല്ലിക്കെട്ട് മുതൽ ഇങ്ങോട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദിവസം വരെ, മാർച്ച് 31 വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ, ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആ സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങൾ, ഏറ്റവും ശക്തമായ അതിന്റെ പ്രമേയം, സിനിമാറ്റോഗ്രഫി, അതൊക്കെ വളരെയധികം ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു കാലാണ് പുതിയ കാലം അല്ലെ. ഇപ്പോ ജല്ലിക്കെട്ടാണെങ്കിലും LJP അങ്ങനെ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ആവേശം പോലത്തെ സിനിമകൾ ഇന്ന് പുതിയ കാലത്ത്, അല്ലെങ്കിൽ ചുരുളി, നമ്മുടെ ഹരീഷേട്ടന്റെ അല്ലെ, സോറി, ചുരുളി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇത്തരം സിനിമകള് ഇന്ന് ഇപ്പൊ നമ്മൾ പറയുന്ന മോഹൻലാലിന്റെ ലൂസിഫർ 2 അഥവാ എമ്പുരാൻ എന്ന സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾ ഇറങ്ങി നിൽക്കുമ്പം സിനിമകൾക്കകത്ത് പറയുന്ന രാഷ്ട്രീയം വലിയ രീതിയിൽ മാറി അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അല്ലെ. ഇവിടെയും നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ജല്ലിക്കെട്ട് എന്ന സിനിമയുടെ കഥ, ആ കഥ എങ്ങനെയാവുന്നു നമ്മൾ കണ്ടവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാം. ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ആരാണ്? ഒരു കാളയാണ് അല്ലെ. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ വാക്കിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. തമിഴ്നാട്ടിൽ നടക്കുന്ന അല്ലെ, പൊങ്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആചാരമാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. അത് കാളയുടെ എന്താണ്, കൊമ്പില് പണക്കീഴ് തൂക്കി ആരാണോ കാളയും മനുഷ്യരും തമ്മിൽ നടക്കുന്ന ഒരു പോരാണ് ജല്ലിക്കെട്ട്. അപ്പൊ ആരാണ് ഈ കാളയുമായിട്ട് വലിയ എന്താണ് നമ്മള് സംഘർഷങ്ങൾ, അല്ലെങ്കിൽ വലിയൊരു അടി കഴിഞ്ഞതിന് ശേഷം ആരാണോ ഈ കാളയുടെ കൊമ്പ് നിലത്ത് മുട്ടിക്കുന്നത് അയാളായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. പക്ഷെ ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. നമുക്ക് ഊഹിക്കാലോ അല്ലെ. അതും ലഹരിയൊക്കെ കൊടുത്ത് കാളേനെ മട്ടുപിടിപ്പിച്ചിട്ടാണ് ഈ പോരിന് വേണ്ടി അവിടെ ഇറക്കുന്നത്. പോത്ത് പോര് അല്ലെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് ഒരിക്കൽ നിരോധിച്ചതാണ്. പിന്നീട് അത് വീണ്ടും തുടരാനുള്ള അനുമതിയൊക്കെ സമരങ്ങളൊക്കെ ചെയ്തിട്ടാണ് നേടിയെടുത്തത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ പേര് തന്നെ സംവിധായകൻ ഈ സിനിമക്ക് നൽകിയിട്ടുള്ളത്. ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് അത്തരത്തിലാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ്, കാലൻ വർക്കി എന്ന ഒരാള്, അദ്ദേഹം എന്താണ്, ഒരു കശാപ്പ് ശാലയിലാണ്, പോത്തിനെ കശാപ്പ് ചെയ്യാണ്, ബീഫ് അല്ലെ. അപ്പൊ കശാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോത്ത് ഓടി രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കശാപ്പ് ശാലയിൽ പോത്തിനെ വാങ്ങാൻ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ ഈ പോത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് എന്താണ്, നാടിനെ മൊത്തത്തിൽ ആക്രമിച്ച് നശിപ്പിച്ച് തരിപ്പണാക്കുകയാണ്. സകല ആളുകളും ഈ കാലൻ വർക്കിക്ക് എതിരെ. പെപ്പയുടെ കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട്, ആന്റണി. അപ്പൊ സകല ആളുകൾ പിന്നെ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താണ്, എങ്ങനെയെങ്കിലും ഈ ഇറങ്ങിപ്പോയ പോത്തിനെ പിടിക്കണം, സകലതും നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയാണ്. പിന്നീട് എന്താണ്, ഒരാളുടെ തോട്ടം നശിപ്പിച്ചതിന് അയാൾ കളക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ കഥയിൽ എവിടെയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ഓർഡർ കളക്ടർ ഇറക്കിയോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പിന്നെ എവിടെ കാണിക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നാട്ടിൽ അക്രമം വിധിച്ച പോത്താണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ നമ്മള് +1 പഠിച്ച ബൈസിക്കിൾ തീവ്സ് പോലത്തെ സിനിമയിലൊക്കെ, സൈക്കിൾ മോഷ്ടാക്കളിലൊക്കെ പറയുന്ന ആൾക്കൂട്ടം ഒരു പ്രധാന കഥാപാത്രമാണെന്ന, അതുപോലെ തന്നെ ആൾക്കൂട്ടം ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇവിടെയും വരുന്നുണ്ട് അല്ലെ. ആൾക്കൂട്ടാണ് പിന്നീട് ക്ലൈമാക്സിലൊക്കെ എത്തുന്ന സമയത്ത് ഏറ്റവും അവസാനം അല്ലെ, ഇദ്ദേഹത്തിന്റെ മേത്ത് കയറി ഒരു വലിയ ആൾക്കൂട്ടാണ് അവിടെ എത്തിപ്പെടുന്നത്. അതായത് ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം, പോത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെ മേലെ പോലും വലിയ കടന്നുകയറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ മനുഷ്യരെ
എന്താണ് തല്ലിക്കൊന്ന ഒരു കാലഘട്ടം. ആ കാലത്താണ് സത്യം പറഞ്ഞാൽ LJP സിനിമ എടുക്കുന്നത്. അപ്പൊ അതൊരു ഭരണകൂടത്തിന്റെ അധികാരികളുടെ എന്താണ് രാഷ്ട്രീയത്തോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാസിസത്തോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് കൂടി ഈ സിനിമയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, മനുഷ്യര് മൃഗങ്ങളുടെ ഇടങ്ങളൊക്കെ നശിപ്പിച്ചു. ഇപ്പം വാർത്തയൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് മൃഗങ്ങളാണ് അല്ലെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ചക്കക്കൊമ്പനെ അരിക്കൊമ്പനെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാ ചോദിച്ചാ അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ നശിപ്പിച്ചത് കൊണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അതിക്രമങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന എന്താണ് ഇത്തരത്തിലുള്ള മൃഗങ്ങളും. അതും കൂടി സൂചിപ്പിക്കാനായിരിക്കാം ആ രീതിയിൽ ഒരു പോത്തിനെ ചുറ്റിപ്പറ്റി. യഥാർത്ഥത്തിൽ കഥയുണ്ടെന്ന് ചോദിച്ചാൽ കഥ എന്താണ്? ആ കശാപ്പുകാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഒരു പോത്ത്, ആ പോത്തിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന നാട്ടുകാര്, പിന്നീട് പഴയ ശത്രുവായിരുന്ന കുട്ടച്ചൻ അവിടത്തേക്ക് വരുന്നു. അങ്ങനത്തെ ഒരു കഥ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കഥയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള സിനിമാ സങ്കേതങ്ങൾ വഴിയാണ് ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടത്. അത് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് അല്ലെ. പിന്നെയുള്ളത് മനുഷ്യന്റെ മനസ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എപ്പോഴും ആക്രമത്തിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു മനസ്സ്, ഹിംസ. പലപ്പോഴും ഇപ്പൊ സിനിമയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു തന്ത്രം, വിപണന തന്ത്രം എന്ന് പറയുന്നത് ഹിംസയാണ്. ആക്രമണങ്ങൾ വ്യാപകമായി ചിത്രീകരിച്ച സിനിമയെ ആളുകൾ വല്ലാത്ത രീതിയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അടുത്തിറങ്ങിയ എന്താണ് പിന്നെ നമ്മുടെ മാർക്കോ എന്നുള്ള സിനിമ അല്ലെ, കാരണം ഈ സമയത്തൊക്കെ ഈ ജോയിയുടെ കൊലപാതകം ഉൾപ്പെടെ വന്ന സമയത്ത് സിനിമകൾ ഒരു പരിധി വരെ ഇതിനൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നു. മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പൈശാചികമായ രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത്. അവര് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഗർഭിണികളായിട്ടുള്ള ആളുകളെ, കുട്ടികളെ ഒന്നും സിനിമയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും മലയാളത്തിന്റെ സിനിമാ സംസ്കാരം എത്രത്തോളം ഹിംസയെ അവരുടെ കഥയിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആവേശം എടുത്താൽ തന്നെ രംഗണ്ണൻ അല്ലെ, രംഗണ്ണൻ എന്തുകൊണ്ടാണ് വെളുത്ത കുപ്പായിട്ട് നിറയെ പൊന്നൊക്കെയുള്ള ഒരാളായിട്ട് വരുന്നത്? പലപ്പോഴും അധികാരം എന്നത് വെളുപ്പായിട്ടാണ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല ഭാഷകളിലും ചിത്രീകരിക്കപ്പെടാറുള്ളത് അല്ലെ. അതുകൊണ്ടാണ് രംഗണ്ണനെ അല്ലെ അതിൽ കാണിക്കുന്ന. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയ കാലത്തെ സിനിമകളിലൊക്കെ ലഹരി, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ കാണിക്കുന്ന സമയത്ത് മദ്യപാനവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് താഴെ എഴുതിക്കൊണ്ടാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം അല്ലെ. മാത്രമല്ല പുതിയ കാലത്ത് സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ സമകാലികതയെ അടിസ്ഥാനമാക്കി എഴുതാനായിരിക്കും ചോദ്യം. എമ്പുരാൻ, എന്തുകൊണ്ടാണ് എമ്പുരാനിൽ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നത്? അത് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയല്ലേ. അപ്പോ ജല്ലിക്കെട്ട് എന്ന സിനിമക്ക് നേരെയും ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെന്ന് കരുതി അത് സെൻസർ ചെയ്ത് ഈ രീതിയിൽ ഞങ്ങൾ രണ്ടാമത് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്കല്ല അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ മൃഗീയ വാസനകളുടെ സമ്മതത്തെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഒരുപക്ഷെ ഇത് റിയലിസ്റ്റിക് ജീവിതമാണോ സറിയലിസ്റ്റിക് ജീവിതമാണോ മാജിക്കൽ റിയലിസം ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഒരു പോത്ത് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. അതൊരു പ്രതീകവും നിമിത്തവുമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ചുരുളി പോലത്തെ സിനിമകൾ അല്ലെ, പുതിയ കാലത്തെ സിനിമകൾ തന്നെ ഞാൻ പറയാം. ബ്രഹ്മയുഗം, അഞ്ചക്കൊക്കെ, കള്ളന്മാര്, ചുരുളി പോലത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ള സിനിമകൾ അതിന്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. ചുരുളി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തെറിയുടെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ചുരുളി. അതിനെതിരെയും വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതിന്റെ ആണിയറ പ്രവർത്തകർ അതിനെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ അവരവരുടെ രാഷ്ട്രീയം, അവരുടെ സിനിമ കൃത്യമായി വിളിച്ചു പറയാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ടായത്. അപ്പോ ഇപ്പൊ പറയുന്ന നമ്മുടെ ജല്ലിക്കെട്ടിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചുരുളി പോലത്തെ സിനിമകളിലാണെങ്കിലും ഒക്കെ സ്ത്രീ കഥാപാത്രങ്ങള് വളരെ കുറവാണ് അല്ലെ. നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സൗന്ദര്യാവബോധമായി എന്താണ് പുതുക്കപ്പെട്ട ഒരാണും പെണ്ണും ജല്ലിക്കെട്ടിൽ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം അല്ലെ. ഇന്നത്തെ പല സിനിമകളും ഇങ്ങനെയാണ് അല്ലെ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ആ രീതിയിൽ തന്നെയാണ് അല്ലെ. നമുക്കറിയാം പുതിയ കാലത്ത് നാടകങ്ങൾ പോലും ഖസാക്കിന്റെ ഇതിഹാസം പോലും ചിത്രീകരിക്കപ്പെട്ടത് വ്യത്യസ്തമായ രീതിയിലാണ്. വ്യത്യസ്തത കൊണ്ടാവാമെങ്കിലും അക്രമവും വന്യതയും എന്തുകൊണ്ടാണ് പുതിയ കാലം ഇത്രയധികം സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അല്ലെ. തീർച്ചയായും ചർച്ച ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് മാർക്കോ കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഈ ജല്ലിക്കെട്ട് എന്ന സിനിമയിൽ. യഥാർത്ഥത്തിൽ ഇവിടെ ജല്ലിക്കെട്ട് എന്ന സിനിമ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ജല്ലിക്കെട്ടിൽ എന്താണ് കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് പഠിക്കാനുള്ളത്. അതായത് എന്താണ് അങ്കമാലിയിലെ ജല്ലിക്കെട്ട് പോലത്തെ സിനിമകളിലൊക്കെയും കാലത്തിന്റെ ഒരു മൃഗകല, അങ്കമാലിയിൽ പോർക്കാണെങ്കിൽ ജല്ലിക്കെട്ടിൽ അത് പോർത്താവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൃഗകല എങ്ങനെയാണ് കടന്നു വരുന്നത്, ഒടിയനിൽ മറ്റൊരു തരത്തിൽ. ഇപ്പൊ ജന്തുലോകം സിനിമയിലേക്കും സാഹിത്യത്തിലും വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആ ജന്തുലോകത്തെ കാണിക്കുന്നത് പറയുമ്പോഴും എന്താണ് മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതകളെ പോലെ തന്നെ മനുഷ്യൻ മൃഗങ്ങളോട്, ഒരു കാലത്ത് മൃഗങ്ങൾ മനുഷ്യന് വേട്ടയാടുന്നതാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടുന്നത് ചിത്രീകരിക്കേണ്ടി വന്നു മലയാള സിനിമക്കുൾപ്പെടെ എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഇവിടെയൊക്കെ എന്താണ് ഗൃഹാതുരത്വം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗൃഹാതുരത്വത്തെ ചിത്രീകരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള മൃഗീയതയും അതുപോലെ തന്നെ ഹിംസാത്മക വാസനയും അക്രമവാസനകളും ഒക്കെയാണ്. അങ്ങനെ തന്നെയാണ് ജല്ലിക്കെട്ട് എന്ന സിനിമയും ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് മലയാള സിനിമയിൽ ഇപ്പൊ എന്താണ് ലോക സിനിമാ കാലം എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ ജല്ലിക്കെട്ട് പറയുന്ന രാഷ്ട്രീയം, ജല്ലിക്കെട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രഫി, ബോസ് എങ്ങനെയാണ് ഈ സിനിമയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, പകയും പ്രതികാരവും, കുട്ടച്ഛനോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി അല്ലെ നമ്മുടെ പെപ്പെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ പ്രതികാരം ഒരിക്കലും മനുഷ്യന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. നമ്മുടെ യുദ്ധത്തിന്റെ പരിണാമത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പ്രതികാരം. അപ്പൊ അതൊരിക്കലും മായാത്ത ഒന്നായി നിലനിൽക്കുന്നു. അതിനപ്പുറം പുതിയ കാലത്ത് ഏറ്റവും അധികം സമകാലികതയെ, ഏറ്റവും വലിയ രാഷ്ട്രീയ ശരികളെ വിളിച്ചു പറയാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമ എന്ന കലയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് ജല്ലിക്കെട്ടിലൂടെ തുറന്നു കാണിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ജല്ലിക്കെട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. പുതിയ കാലത്ത് എമ്പുരാനും മാർക്കോയും ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സിനിമയെ പറ്റി വിവരിക്കേണ്ടത്. അപ്പൊ അത്ര മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ